കേരളത്തിന്റെ മത രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് നിർണായകമായ റോളുള്ള പാണക്കാട് കൊടപ്പനയ്ക്കൽ തറവാട്ടിലാണ് ഇന്നത്തെ പെരുന്നാൾ ആഘോഷം. പെരുന്നാൾ വിശേഷം അറിയേണ്ടതുണ്ട്. ഇന്ന് പെരുന്നാൾ വിശേഷം പങ്കുവയ്ക്കാൻ എനിക്കൊപ്പമുള്ളത് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ഒപ്പം തന്നെ യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ മുനവർ അലി തങ്ങൾ, മലപ്പുറം ലീഗ് മണ്ഡലം പ്രസിഡന്റ് റഷീദ് അലി തങ്ങൾ എന്നിവരാണ്. അവരുടെ പെരുന്നാൾ വിശേഷങ്ങൾ അറിയണം, പെരുന്നാൾ ഓർമ്മകൾ അറിയണം, ഒപ്പം കുറച്ച് രാഷ്ട്രീയ വിശേഷങ്ങൾ കൂടി. പെരുന്നാൾ വിശേഷങ്ങളിൽ തന്നെ തുടങ്ങാം നമുക്ക്. ഇപ്പോൾ പെരുന്നാൾ ഒരു മാസത്തെ ഒരു ത്യാഗനിർഭരമായ വ്രതാനുഷ്ഠാനങ്ങളൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് എത്തുകയാണ്. അപ്പോൾ അതൊരു മനസ്സിന് വലിയ സന്തോഷവും സമാധാനവും ഒക്കെ നൽകുന്നൊരു അനുഭൂതി കൂടിയാണ്. അപ്പോൾ പെരുന്നാളിന് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് കുട്ടിക്കാലത്തേക്കൊക്കെ വരുമ്പോൾ ഒരുപാട് ഓർമ്മകൾ ഉണ്ടാവും. പിന്നെ മുതിർന്ന സമയത്ത് പെരുന്നാളിൻ്റെ ഭാവമൊക്കെ മാറി വേറെ തരം നമ്മൾ കുറച്ചുകൂടെ ഉത്തരവാദിത്തമുള്ള ആളുകളായി മാറുന്നുണ്ടല്ലോ. അപ്പോൾ ഈ പഴയകാല ഓർമ്മകളിനെ പറ്റി അങ്ങനെ പെട്ടെന്ന് പെരുന്നാളെന്ന് പറയുമ്പോൾ ഓർമ്മയിൽ വരുന്ന സംഭവങ്ങളുണ്ടോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാണക്കാട് കുടുംബം എന്നാണ് അറിയാം. എൻ്റെ പിതാവ് ഉദ്ഘാടനങ്ങൾ കാലം തൊട്ട് ജ്യേഷ്ഠന്മാർ വിശ്വാസങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ചെറുപ്പം തൊട്ടുള്ള ഓർമ്മകളാണല്ലോ പെരുന്നാളിന്. അപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ ഈ പെരുന്നാളായാലും നോമ്പായാലും ആദ്യമായിട്ട് ഓടിയെത്തുന്നത് അത് നിശ്ചയിക്കുന്ന ദിവസമുണ്ട്. 2 മാസപ്പിറവി അനുസരിച്ചാണ് നോമ്പായാലും പെരുന്നാളായാലും അത് ഉറപ്പിക്കാന്നാണ് ഞാൻ പറയാം, മാസം ഉറപ്പിക്കാന്നാണ് ഞാൻ പറയാം. അപ്പോൾ അത് പാണക്കാട് വെച്ചാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് ഈ നോമ്പായാലും പെരുന്നാളിൽ ആദ്യം ഓർമ്മ വരും ആ ഉറപ്പിക്കുന്ന ഒരു ചടങ്ങുണ്ട്. തലേ ദിവസം മാസപ്പിറവി എല്ലാവരും നോക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതിൻ്റെ വിവരമൊക്കെ കിട്ടുന്നതനുസരിച്ചായിരിക്കും അത് കാതിമാരാണ് പാണക്കാടുണ്ടാവും. എൻ്റെ വാപ്പയും ജ്യേഷ്ഠന്മാരൊക്കെ കാതിമാർ. അപ്പോൾ അവരാണിത് ഉറപ്പിക്കാറുള്ളത്. അപ്പോൾ അത് ഉറപ്പിക്കാൻ വേണ്ടി ഒരുപാട് പേര് നാടിൻ്റെ നാനാഭാഗത്ത് ഇന്നത്തെ പോലെ അങ്ങനെ മൊബൈലും മറ്റൊന്നും ഇല്ലാത്ത കാലത്ത് അവർ നേരിട്ട് തന്നെ വന്ന് അത് ബോധ്യപ്പെടണം. ജനാവലി ഉണ്ടാവും വീട്ടിൽ. അപ്പോൾ ആ സമയം മുതൽ നമുക്ക് തുടങ്ങും. നോമ്പായാലും ആ തലേന്ന് മുതൽ തുടങ്ങും. പെരുന്നാളും അങ്ങനെ തന്നെയാണ്. പെരുന്നാളിനെ കുറച്ച് സന്തോഷം കൂടും. അതായത് അങ്ങനെയാണല്ലോ എല്ലാവരും കാത്തിരിക്കുന്നത് പെരുന്നാളാണ്. 30 ദിവസം നോമ്പ് വന്നിട്ട് സന്തോഷത്തിൻ്റെ ആ ഒരു ദിനമാണ് പെരുന്നാൾ. അപ്പോൾ അതിനുവേണ്ടി ആ ഒരു മാസപ്പിറവിക്ക് ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ഹരമൊക്കെയാണ്. അപ്പോൾ അതാണ് ആദ്യം ഞങ്ങളുടെ മനസ്സിലൊക്കെ ഓടിയെത്തുന്നതാണ്. പിന്നെ പെരുന്നാൾ ദിവസം എന്നുള്ളത് എല്ലാവരും കുട്ടിക്കാലത്തെക്കുറിച്ചാണ് പെരുന്നാൾ നമുക്ക് നൽകുന്നത്. ആ കുട്ടിക്കാലത്തെ പുതിയ ഉടുപ്പുകൾ, പുതിയ ചെരുപ്പുകൾ, അതൊക്കെ കിട്ടുന്ന സന്ദർഭമൊക്കെ. ഇപ്പോഴത്തെ പോലല്ല, മുമ്പത്തെ പെരുന്നാളിനൊക്കെ നമുക്ക് കിട്ടുമായിരുന്നു. ഇന്നിപ്പോൾ കുട്ടികൾക്ക് ഇല്ല, എപ്പോഴും ഇഷ്ടപ്പെട്ട സമയത്തൊക്കെ വാങ്ങാൻ പറ്റും. അന്ന് ഞങ്ങളൊക്കെ ചെറുപ്പകാലത്ത് തന്നെ പെരുന്നാളിൻ്റെ അന്നാണ് പുതിയ ഡ്രസ്സ് കിട്ടുക, പുതിയ ചെരുപ്പ് കിട്ടൽ അന്നാണ്. 2 പെരുന്നാളിൻ്റെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയാണ്, ആ ഒരു സന്തോഷം. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ഒരു ഓർമ്മ. അതെ. അപ്പോൾ മുനവറിൽ തങ്ങൾ കുറച്ചുകൂടെ അടുത്തൊരു ജനറേഷനിലേക്ക് വരുന്നുണ്ടല്ലോ. അപ്പോൾ കുറച്ചുകൂടെ വ്യത്യാസമായി. ഇപ്പോൾ എനിക്ക് തോന്നുന്നു സാദിഖ് അലി തങ്ങളുള്ളതിനേക്കാളും കുറച്ചുകൂടെ ഒരു കാലം പിന്നിടുമ്പോൾ കുറച്ചുകൂടെ മാറ്റങ്ങൾ വന്നു പെരുന്നാളിലും. എന്നാലും ഈ പറഞ്ഞ പോലെ വീടിനകത്ത് ആള് ബഹളം അതൊക്കെ കണ്ടു വളർന്നൊരു തലമുറ തന്നെയാണല്ലോ. അപ്പോൾ അതേപോലെയുള്ള ഓർമ്മകൾ തന്നെയാണോ? അപ്പോൾ പറഞ്ഞ പോലെ വാപ്പയുടെ കാലത്ത് വാപ്പയാണ് അന്ന് കാളി. അപ്പോൾ അന്ന് ഉറപ്പിക്കുന്ന സമയത്ത് തുരിതുരാ ഫോണുകൾ വരും തലേദിവസം, മാസം കൊണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ മാസം ആ കാണുന്ന ഒരു ആകാംക്ഷ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പണ്ട് ജീപ്പും കാറൊക്കെ ആയിട്ട് ജനാവലി നിറഞ്ഞ്. അപ്പോൾ ഞങ്ങൾക്കൊക്കെ ഇപ്പോൾ മാസം ഉറപ്പിച്ചാൽ ഇപ്പോൾ ഞങ്ങളൊക്കെ ഇരുന്ന് വാപ്പയുടെ ലെറ്റർ പേഡിൽ ഇങ്ങനെ ഒരു കത്തെഴുതും, ഇങ്ങനെ അവിടുത്തെ മഹലിലേക്ക് വിശ്വാസികമായ തെളിവനുസരിച്ച് മാസം ഉറപ്പിച്ചതായി പ്രഖ്യാപിക്കുന്നു. അപ്പോൾ അത് കൊണ്ടുപോയിട്ടാണ് അവരുടെ നാട്ടിൽ ഉറപ്പിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഓർമ്മകൾ. പിന്നെ ഓർമ്മകൾ എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അന്ന് പുതിയ ഉടുപ്പ് വാങ്ങുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു നമ്മുടെ ഡ്രീം. അപ്പോൾ കുട്ടികളാകുമ്പോൾ അത് നേരത്തെ പോയി 2-3 ദിവസമൊക്കെ പോയിട്ടാണത് ഷോപ്പ് ചെയ്ത് ഉമ്മയുടെ കൂടെ പോയി. അന്ന് കോഴിക്കോടാണ് പോവുക. അങ്ങനെയൊക്കെ പോയി അവിടുന്ന് ആദ്യം എടുത്ത് പറ്റൂല, അല്ലെങ്കിൽ മാറ്റേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള അപ്പോൾ അതും പുതിയ ചെരുപ്പും
ഒക്കെ ഇട്ട് അതൊക്കെ ഒരു അന്ന് ഇടാനുള്ള ഒരു വലിയ ഒരു പ്രതീക്ഷയോട് കൂടി നിൽക്കുന്ന ഒരു പെരുന്നാൾ. പിന്നെ പെരുന്നാൾക്ക് ഇപ്പോൾ ചെറുപ്പത്തിലിപ്പം പിന്നെ നമ്മൾ ഉമ്മാടെ വീട്ടിൽ പോകും കൊയിലാണ്ടിൽ. അപ്പോൾ അവിടെ പോകുമ്പം ഒന്നുകൂടി സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ അവിടെ അമ്മമാരൊക്കെ ഈ ചെറിയ ചെറിയ പൂത്തിരിയും പടക്കമൊക്കെ വാങ്ങിത്തരും. അപ്പോൾ അത് വാങ്ങിക്കാൻ അമ്മമാരെ സോപ്പിടും. അപ്പോൾ അന്ന് പിന്നെ ഈ പെരുന്നാൾ പൈസകൾ കിട്ടും അവിടെ പോകുമ്പോൾ. അപ്പോൾ അതൊക്കെ ഓരോരുത്തരും പോയി വാങ്ങി അതൊക്കെ സ്വരൂപിച്ച് അത് വലിയ ആഘോഷമായിരുന്നു പെരുന്നാൾ. ചെറുപ്പകാലത്ത് നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത വലിയ ഒരു ആഘോഷം തന്നെയായിരുന്നു ഞങ്ങളുടെ വീട്ടിലൊക്കെ തന്നെ. ഇപ്പോൾ റഷീദ് അലി തങ്ങളിലേക്ക് വരുമ്പോൾ എന്താ ഈ പെരുന്നാൾ പൈസക്ക് അന്ന് കുട്ടിക്കാലത്ത് കുറേ പൈസ കിട്ടും, എന്താ ചെയ്യാറ് ഇതൊക്കെ വെച്ച്? കാരണം പെരുന്നാൾ പൈസ കിട്ടുകയെന്ന് വെച്ചാൽ അത് കിട്ടിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മിഠായികൾ കാലഘട്ടത്തിൽ അതൊക്കെ മിഠായി അതുപോലുള്ള സ്വീറ്റ്സ് അത് വാങ്ങി തിന്നുന്ന പിന്നെ അങ്ങനെയാണ് എടുത്തു വെക്കുന്ന ഒരു ചെറിയ കുറ്റി അത് മുളന്റെ കുറ്റിയായിരുന്നു, ശരിക്കും മുളകൊണ്ടുള്ള കുറ്റിയായിരുന്നു. അപ്പൊ അതില് നോട്ടിട്ട് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അത് നോട്ടിനെ ദ്രവിക്കുന്ന കാലഘട്ടം, കാരണം അത് കുറേ കഴിഞ്ഞിട്ട് എടുക്കും. അപ്പൊ അതിന് കോയിൻസ് ഇടും. അപ്പൊ അങ്ങനെ കുറ്റി എന്ന് പറഞ്ഞാൽ അത് പൊട്ടിച്ച് മുള അത് അങ്ങനെ നല്ല കുറ്റിയായിരുന്നു. അതിന് പിന്നെ ലോക്കൊന്നും പൊട്ടിക്കല. അപ്പൊ ആ രീതിയിലുള്ള കുറ്റിയൊക്കെ ഉണ്ടായിരുന്നു. സംഭവം ശരിയാണ്. പെരുന്നാളിന്റെ ആ ദിവസങ്ങളുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഫാമിലി ഏറ്റവും എപ്പോഴും ഫാമിലി വിസിറ്റാണ്. അന്നത്തെ ദിവസം പ്രത്യേകിച്ച് എല്ലാ ആളുകളും അവരുടെ ഫാമിലി ആയിട്ട് ഞങ്ങൾ എല്ലാ ഫാമിലിയിലും പോകും. അയൽവക്കത്തുള്ള ബന്ധങ്ങൾ പുതുക്കും, അവരുടെ വീടുകളിലൊക്കെ പോകും. ജസ്റ്റ് എന്തെങ്കിലും സ്വീറ്റ്സ് എന്തെങ്കിലുമൊക്കെ കഴിച്ച് അതാണ് പെരുന്നാളിന്റെ ഒരു സാഹചര്യം. അപ്പോൾ ഒരുപാട് അന്ന് കുട്ടിക്കാലത്ത് കുറേ സൗഹൃദങ്ങളൊക്കെ ഉണ്ടാവും. ആ സൗഹൃദങ്ങളൊക്കെ ഇപ്പോഴും എല്ലാവരും കാത്തു സൂക്ഷിക്കുന്നുണ്ടോ? നിലനിർത്തുന്നുണ്ട്. പെരുന്നാളിന് നമുക്ക് ഇങ്ങനെ പെരുന്നാളിൻ്റെ പറയുമ്പോൾ കുറേ വിശേഷങ്ങൾ പഴയ കാലമൊക്കെ പറയാനുണ്ടല്ലോ. അപ്പോൾ പെരുന്നാൾ പൈസയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അതിനപ്പുറത്തേക്ക് നമ്മൾ ഈ പെരുന്നാൾ വരുമ്പോൾ നമ്മുടെ പഴയ ഓർമ്മകൾക്കപ്പുറത്തേക്ക് കുറച്ചുകൂടെ നമ്മൾ മുതിർന്ന ആളുകളായി മാറുന്നു. അപ്പോൾ കുറേ ഉത്തരവാദിത്വം ഇപ്പോൾ സാധിക്കൽ തങ്ങൾക്കാണെങ്കിൽ നിന്ന് തിരിയാനുള്ള സമയമില്ല. അപ്പോൾ ഇങ്ങനെ കാലങ്ങൾ തോറും ആ പെരുന്നാളിൻ്റെ ഒരു ആവേശം നഷ്ടപ്പെടുന്നുണ്ട്. അതായത് കുട്ടിയല്ലല്ലോ, നമ്മൾ വലിയ ആളാകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു പഴയ പെരുന്നാളിൻ്റെ ഒരു തനിമ നമുക്ക് കിട്ടുന്നുണ്ടോ? ഈ പെരുന്നാളിൻ്റെ ഒരു ചെറിയ ഓർമ്മ കൂടി ഞാൻ പറയാണ്. മൈലാഞ്ചി ഇടും നമുക്ക് വീട്ടിൽ, സ്ത്രീകൾ ഏതായാലും ഇടും. നമ്മൾ ചെറിയ കുട്ടികളാകുമ്പോൾ നമുക്ക് ഇട്ടുവരും. ഫുള്ളായിട്ടില്ല, അതിൻ്റെ പ്രത്യേക 1-2 സ്ഥലം ഇട്ടിട്ട് അതൊരു നല്ല ഓർമ്മയാണല്ലോ. ആ മൈലാഞ്ചി കുറേ ദിവസം നിൽക്കുകയും ചെയ്യും. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ ഇപ്പം നമുക്ക് ഒരുപാട് പലതും നഷ്ടപ്പെടുന്നു എന്നുള്ള വേദന ഉണ്ട്. എന്നാലും നമ്മുടെ ആ കുടുംബ സന്ദർശനം നമ്മൾ ഒരിക്കലും മുടക്കാറില്ല. പെരുന്നാൾ ദിവസം മിക്കവാറും വീട്ടിൽ തന്നെ ഉണ്ടാവും. മറ്റു ദിവസങ്ങളിലൊക്കെ കാര്യങ്ങൾ പുറത്തുണ്ടാകും. പക്ഷെ പെരുന്നാൾ ദിവസം നമ്മൾ അല്ല, അന്ന് മാസം ഉറപ്പിച്ചിരുന്ന മുതിർന്നാണ്, ഇപ്പം ഉറപ്പിക്കുന്നത് അളാപ്പയാണ്. ഉത്തരവാദിത്തം ഇങ്ങോട്ടെത്തി. പണ്ട് കുട്ടിയായിട്ട് ഇതൊക്കെ നോക്കിയിരുന്നു, പക്ഷെ ഇന്ന് ഒരു വലിയ ഉത്തരവാദിത്തം എത്രയും പെട്ടെന്ന് മാസം കണ്ടു എന്ന് പറയുന്ന സ്ഥിതിയിലേക്ക് എത്തിക്കായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ വന്നിട്ട് ഈ നമ്മൾ പെരുന്നാളുമായി ബന്ധപ്പെട്ടിട്ടേ വസ്ത്രങ്ങളുടെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ കുഞ്ഞുനാളിൽ ഡ്രസ്സ് എടുക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു. പക്ഷെ ഇപ്പൊ ഈ വൈറ്റ് ആണല്ലോ, ഇതിൽ വലിയ ചൂസ് ചെയ്യാനൊന്നും ഇല്ലല്ലോ അല്ലേ? അപ്പോൾ ഈ പൊതുവെ ആരാണ് ഈ പെരുന്നാളിന് വസ്ത്രങ്ങളൊക്കെ? ഭാര്യമാരാണോ വസ്ത്രങ്ങളൊക്കെ എടുത്തു തരിക? അതൊരു സുഖമല്ലേ, ഒരാളുടെ അടുത്തൊരു അല്ലേ? അങ്ങനെയുണ്ടോ? കിട്ടാറുണ്ട്. അത് അവരാണ് കുട്ടികളെ കൂടെ ഒക്കെ അപ്പോൾ പോകുമ്പോൾ നമുക്കും ഒന്നിച്ചെടുക്കും. സെലക്ഷൻ്റെ ആവശ്യമില്ല, വൈറ്റ് സെലക്ഷൻ ഒന്നും ആവശ്യമില്ലല്ലോ, ഒരു വൈറ്റ് എടുത്തത്. പക്ഷെ എനിക്കൊന്ന് മുൻവറിൽ തങ്ങളൊക്കെ ഈ പൊതുവേദിയിലല്ലാത്ത സമയത്ത് വൈറ്റ് ഇപ്പൊ സാധാരണ ഞാൻ കളറൊക്കെ ഇടാറുണ്ട്. പിന്നെ യാദൃശ്ചികമായിട്ടോ എല്ലാവരും വൈറ്റ് ആയി പോയത്. റഷീദ് അലി തങ്ങൾ ഇത് തന്നെയാണോ ഫുൾ ടൈം വേഷം? അധികവും 80%. അപ്പോൾ എന്തെങ്കിലും ഈ ഭക്ഷണ കാര്യത്തിലൊക്കെ എന്തെങ്കിലും തങ്ങൾക്ക് നിർബന്ധമുണ്ടോ? എൻ്റെ ചെറുപ്പകാലത്തൊക്കെ പെരുന്നാളിനിപ്പോൾ അന്ന് ഇന്നത്തെ പോലെ വിഭവങ്ങൾ എല്ലാം ഉണ്ടാവില്ല. അന്നിപ്പോൾ തേങ്ങാച്ചോറ്, ബീഫ് കറി അങ്ങനെ ഉണ്ടാവുക. അന്ന് അങ്ങനെ. പിന്നെ നമ്മളിങ്ങനെ ഇങ്ങനെ വലിപ്പം വെക്കുന്നതിനനുസരിച്ച് പിന്നെ ഒക്കെ മാറി. ഇപ്പോൾ കാലൊക്കെ മാറി, വിഭവ സമൃദ്ധമായിട്ട്. പിന്നെ ഞങ്ങൾ തങ്ങന്മാരുള്ളത് അവർക്ക് ഈ വടക്കൻ കേരളവുമായിട്ട് ബന്ധമാണ്. കോഴിക്കോട്, അങ്ങനെ മലബാറിലെ ഏതൊരു ഭക്ഷണത്തിൻ്റെ കേന്ദ്രമാണല്ലോ അവിടെയൊക്കെ. അപ്പോൾ ആ ഒരു പാരമ്പര്യം നമുക്കുണ്ട് കുടുംബപരമായിട്ട് തന്നെ. അപ്പോൾ മറ്റു വീടുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരുപാട് വിഭവങ്ങൾ നമ്മുടെ വീടുകളിൽ ഉണ്ടാവും. അത് തിന്നാലും ബാക്കിയുള്ള നമ്മളെ ആൾക്കാർക്ക് വലിയ താല്പര്യമാണ്. തങ്ങന്മാരെ കടി കിട്ടും, തങ്ങന്മാരെ ഭക്ഷണമാണെന്ന് പറഞ്ഞിട്ട് അവർക്ക് വരും. അപ്പം എല്ലാവരും പങ്കുവെച്ച് കഴിക്കുന്നതാണ്. പ്രത്യേക ഭക്ഷണമൊന്നുമില്ല, എല്ലാ ഭക്ഷണവും എല്ലാവർക്കും ഇഷ്ടമാണ്.
പെരുന്നാൾ പ്രത്യേകിച്ച് എല്ലാം ഉണ്ടാക്കും. കഴിക്കാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ തങ്ങന്മാർക്ക് ആർക്കെങ്കിലും ഭക്ഷണം പാചകം ചെയ്യുന്നതിന് താല്പര്യം ഉണ്ടോന്ന് ഇത് ജെൻസി കുട്ടികൾക്ക് അറിയും. ജെൻസി കുട്ടികൾക്ക് അറിയാം. കാരണം അവരിപ്പോ സ്വന്തമായിട്ട് ഹോസ്റ്റലിലൊക്കെ നിൽക്കുമ്പോൾ അവർ പാചകം ചെയ്ത് പഠിച്ചിട്ടുള്ള ആ ഒരു അവസ്ഥയിലാണ് വരുന്നത്. അപ്പൊ അവരിവിടെ പരീക്ഷിക്കും. പാചക പരീക്ഷണം ഉണ്ട്. അത് കഴിച്ച് നമ്മൾ ഞെട്ടിപ്പോയ അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ വീട്ടിൽ പാചകം ചെയ്യില്ല. നിങ്ങൾ പുറത്തൊരു ഹോസ്റ്റലിലൊക്കെ നോക്കുമ്പോൾ അവിടുന്ന് പാചകം അറിയാം. പക്ഷെ വീട്ടിൽ പരീക്ഷിക്കാൻ ഭാര്യമാരെ സമ്മതിക്കില്ല. അവര് തന്നെ കൈകാര്യം ചെയ്തോളാം. പരീക്ഷണത്തിന് ഞങ്ങൾ പാത്രങ്ങളാണ്. അത് ശരി. ശരി, അപ്പം നമുക്കിങ്ങനെ ഇത് പെരുന്നാളിനൊക്കെ മാറി നമുക്കിപ്പോൾ ചൂട് പിടിച്ച തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇങ്ങനെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു വിധത്തിൽ എല്ലാം ഒന്ന് തയ്യാറാണ്. ഇത്തവണ വലിയ പൊട്ടിത്തെറിയൊന്നും ഇല്ലാതെ കാര്യങ്ങൾ നടക്കാം എന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടോ താങ്കൾക്ക്? ഇത്തവണ ഇപ്പോൾ നമ്മൾ എല്ലാവരും ഒന്നാമത് ഇപ്പോൾ ഇലക്ഷനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് വരികയല്ലല്ലോ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏതാണ്ട് ഒരു വർഷമേ ആയിട്ടുള്ളൂ. 2024 ലാസ്റ്റാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞത്. അപ്പോൾ തന്നെ പിന്നെ നമ്മൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലുള്ള ഒരുക്കങ്ങളായി. അതിപ്പോൾ 2 മാസം മുമ്പ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വളരെ ഭംഗിയായിട്ട് നടന്നു. അതിലൊക്കെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നത് ഇനി ഫൈനൽ വരാനിരിക്കുന്നു എന്നുള്ളതാണ്. ക്വാർട്ടർ കഴിഞ്ഞു, സെമി ഫൈനലും കഴിഞ്ഞു, ഇനിയിപ്പോൾ ഫൈനലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ്. അപ്പോൾ ഇത് പിന്നെ നമ്മളെല്ലാവരും അതിങ്ങനെ കാത്തുകൊണ്ടിരിക്കുകയാണ്. കേരളം തന്നെ മൊത്തത്തിൽ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പുതുമ തോന്നുന്നില്ല. ആ സ്ഥാനാർത്ഥി നിർണ്ണയം അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിൻ്റെതായിട്ടുള്ള മറ്റു പ്രക്രിയകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇത്തവണ പക്ഷേ ആ SIR വന്നപ്പോൾ എല്ലാവർക്കും വലിയ ആശങ്ക ഉണ്ടായി. പിന്നെ വോട്ടവകാശം നഷ്ടപ്പെടുമോ എന്ന്, പ്രത്യേകിച്ച് പ്രവാസികളായിട്ടുള്ള ആളുകൾക്ക്. പക്ഷേ ആ കാര്യത്തിലൊക്കെ ഞങ്ങൾ പാർട്ടിയൊക്കെ തന്നെ അതിൻ്റെ പ്രത്യേകമായിട്ടുള്ള റഷീദിനെയാണ് ഏൽപ്പിച്ചിട്ടുണ്ട്. അതായത് പ്രത്യേക നമ്മൾ PI എന്നൊരു പ്രത്യേക സംവിധാനം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവർ നിരന്തരമായൊക്കെ നിരീക്ഷിക്കുകയും ആവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളൊക്കെ തരികയും ചെയ്യും. അപ്പോൾ വോട്ട് ചേർക്കുന്ന കാര്യത്തിൽ SIRൻ്റെ എവിടെയും വല്ല വീഴ്ചയും സംഭവിക്കുന്നുണ്ടോ എന്നൊക്കെ നിരന്തരമായിട്ട് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ പരിഹരിച്ച് ഏതായാലും നമ്മൾ ആ കാര്യങ്ങളൊക്കെ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. ഇനിയിപ്പോൾ സ്ഥാനാർത്ഥി നിർണ്ണയമാണ്. അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. ചർച്ചകളൊക്കെ UDF-ആയിട്ട് ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പാർട്ടിയിൽ തന്നെ ആരെല്ലാം എവിടെയെല്ലാണോ വേണ്ടത് എന്നൊക്കെയുള്ള. അപ്പോൾ എപ്പോഴും ഈ ലീഗിനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ തരത്തിലുള്ള ചർച്ചകൾ നടത്തിയാലും അന്തിമ തീരുമാനം ഉണ്ടാകുന്നത് പാണക്കാട്. തലമുറകളായിട്ട് അങ്ങനെ തന്നെയാണ്, അതൊരു മാറ്റമില്ല. അപ്പോൾ എന്തുകൊണ്ട് പാണക്കാട് തങ്ങന്മാർ ഈ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഒരിക്കൽ പോലും ഇറങ്ങണ്ടെന്ന് തീരുമാനിക്കുന്നത്? അത് ബാപ്പുള്ള കാലത്ത് തന്നെയാണ്, പൂക്കോയത്തങ്ങളുള്ള കാലം തൊട്ട് തന്നെ ആ ഒരു തീരുമാനമാണ്. അത് തന്നെയാണ് സെയ്ദ് മുഹമ്മദ് ഷാഫികളും മറയത്തങ്ങളുടെ എതിർത്തങ്ങൾക്ക് തന്നെ ആ ഒരു കീഴ്വെക്കുന്നതാണ്. ഞങ്ങളും ആ ഒരു രീതിയിൽ തന്നെ പോകണമെന്നുള്ളതാണ്. പാർലമെന്റ് രാഷ്ട്രീയത്തിലേക്ക് പോകണ്ട, അതേസമയം പാർലമെന്റ് രാഷ്ട്രീയത്തിനൊപ്പം ഒന്നുകൊണ്ട് അതിനു വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ശ്രദ്ധിക്കുന്നത്. ഇല്ലാതെ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. കാരണം അതിൽ പോയാൽ പിന്നെ അതിലൊരു ലിമിറ്റേഷൻ ഉണ്ട്. അതാകുമ്പോൾ അൺലിമിറ്റഡ് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. പിന്നെ അൺഡിസ്പ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്. ഇപ്പോൾ ആരുടെയും ഒരു എതിർപ്പ് വേണ്ട. അപ്പോൾ പൊളിറ്റിക്സിൽ ഇറങ്ങുമ്പോൾ എതിർപ്പ് നേരിടേണ്ടി വരും. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും ഒരു സ്വീകാര്യമായി നിൽക്കുക എന്നുള്ളത് നമ്മൾ വലിയപ്പൊക്കെ കാണിച്ചെന്ന പാതയിൽ പിന്തുടരാം. അതാണ് അതിൻ്റെ ഒരു മാനദണ്ഡം. അപ്പോൾ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ അതിലിപ്പോൾ പുതിയ കുട്ടികൾ, നമ്മുടെ പുതിയ തലമുറ വളർന്നു വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അവർക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു ആഗ്രഹം വന്ന് മത്സരിക്കണം എന്ന് വെച്ചാൽ ഒരു സാങ്കല്പ ചോദ്യമാണ്. അങ്ങനെ ഒരു ആഗ്രഹത്തിന് എതിര് നിൽക്കുമോ? ജനാധിപത്യ രാജ്യമാണ്. ആർക്കും ഞങ്ങൾ ജനാധിപത്യത്തിന് അതീതമല്ല. നാടിനും നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാർലമെന്റ് രംഗത്ത് തന്നെ പൊളിറ്റിക്കൽ ധാരണ ഉണ്ട് കേട്ടോ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് എനിക്കൊണ്ട് നമ്മുടെ അത്രയും പത്രങ്ങളൊന്നും വായിക്കുന്നില്ല. ഇപ്പൊ അങ്ങനെയല്ലോ, സോഷ്യൽ മീഡിയയിൽ എല്ലാം അവർക്ക് കിട്ടുന്നുണ്ട്. വിചാരിക്കുന്നതിൽ അപ്പുറത്ത് ചിലപ്പോൾ അവർ അഭിപ്രായം നമ്മളോട് പറയാറുണ്ട്. അങ്ങനെ പറയാറുണ്ടോ കുട്ടികൾ? അങ്ങനെ അഭിപ്രായങ്ങൾ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കണ്ടായിരുന്നു, അങ്ങനെയൊക്കെ പറയുമോ? അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ അവർ പറയാറുണ്ട്. ദേശീയ രാഷ്ട്രീയം അവർ ശ്രദ്ധിക്കും, സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയത്തിലായിരിക്കും. അതുപോലെ പൊതുവായിട്ടുള്ള മറ്റു കാര്യങ്ങൾ, ഇപ്പോൾ വിദ്യാഭ്യാസമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവരുടെ ശ്രദ്ധയിൽപ്പെടാറുണ്ട്. അപ്പോൾ ഒന്നാമത് സോഷ്യൽ മീഡിയയിലും അതുപോലെ ഓൺലൈനിലൊക്കെ ഒരു ശ്രദ്ധിക്കുന്നവരാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇപ്പം പത്രങ്ങൾ നമ്മളിപ്പോൾ രാവിലെ അവരോട് ചോദിക്കാം പത്രം വായിച്ചാൽ എന്തിനാണ്, ഞാൻ ഇപ്പം ഇന്നലെ ആ ഇതൊക്കെ വായിച്ചാണ്, ഇന്നലെയൊക്കെ ഞാൻ ഇന്നലെ തന്നെ രാത്രിയൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സ്കൂൾ നടത്തുന്ന സ്കൂൾ അവിടെ നമ്മൾ കുട്ടികളെ പഠിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ഇലക്ഷൻ സ്ട്രാറ്റജി, ഒരു മോക്ക് ഒരു പാർലമെൻറ്റ് തലത്തിലാണ് കുട്ടികളെ ഒരു യൂണിയൻ തിരഞ്ഞെടുപ്പ്. അപ്പോൾ അവർ കുട്ടികൾ അവരുടെ പാർട്ടി സ്വന്തമായി ഉണ്ടാക്കും. അതിൽ അവരുടെ മാനിഫെസ്റ്റോ, അവരുടെ ഐഡിയോളജി ഇതൊക്കെ വെച്ചുകൊണ്ട് ക്യാമ്പയിൻ
ഇതൊക്കെ കുട്ടികൾ ഭംഗിയായി ചെയ്യുന്നുണ്ട്. നമ്മൾ ചെയ്യുന്നതിനേക്കാളും നല്ല ഭംഗിയായി പുതിയ തലമുറയോട് സംവദിക്കാൻ അത് കഴിയുന്ന പാർലമെന്റൊക്കെ കുട്ടികൾക്ക് നല്ല രാഷ്ട്രീയ അവബോധം കുട്ടികൾക്ക് പഠനത്തോടൊപ്പം തന്നെ ഉണ്ട്. അതെ. അപ്പോൾ അവർക്ക് ആ ഒരു ബോധം ശരിക്ക് ഇപ്പം തന്നെ ആ ഒരു രാഷ്ട്രീയ ബോധം അവർക്കുണ്ട്, ജനാധിപത്യ ബോധം അവർക്കുണ്ട്. ഇപ്പോൾ മനോരമയിൽ തങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവാണ്. അപ്പോൾ പല കമന്റുകളും കാര്യങ്ങളും അങ്ങനെയൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? ആദ്യമൊക്കെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അത് ശ്രദ്ധിച്ച് ഭയങ്കര നിരാശയും ഞാൻ ഇങ്ങനെ ആൾക്കാരോട് പറയും ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ അത് ഞാൻ മൈൻഡ് ചെയ്യാം. പിന്നെ അത് മൈൻഡ് ചെയ്യരുത് എന്നുള്ളൊരു മൈൻഡ് സെറ്റാക്കി. പിന്നെ അത് കാരണം അവർക്ക് എന്ത് വിളിച്ച് പറയാനുള്ള സ്ഥലമായി. അപ്പോൾ അത് നമ്മൾ മൈൻഡ് ചെയ്യാറില്ല. നമ്മൾ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം നോക്കുക. നമുക്ക് പറയാനുള്ള നിലപാട് പറയാം, ആളുകൾ എന്തെങ്കിലും പറഞ്ഞോട്ടെ. അപ്പോൾ മറ്റുള്ളവർ എന്ത് പറഞ്ഞു എന്ന് ഇങ്ങനെ വിചാരിച്ച് ജീവിക്കുമ്പോൾ ജീവിതം അങ്ങനെ ഇല്ലാതായി പോവാണ്. പക്ഷേ അത് തിരിച്ചറിവുണ്ടായി. അതെ, അത് തിരിച്ചറിവുണ്ടായി. കമന്റ്സ് നോക്കാറില്ല. കമന്റ്സ് നോക്കാറില്ല. അപ്പൊ തങ്ങൾ ഇതിന് സോഷ്യൽ മീഡിയ അങ്ങനത്തെ ട്രെൻഡിങ് കാര്യങ്ങളൊക്കെ എങ്ങനെയാ അറിയുന്നത്? കുട്ടികൾ വഴിയാണോ? അപ്പോൾ നല്ല സജീവമാണ്. ഓ, നമ്മൾ അപ്ഡേറ്റഡ് ആണ്. അതെ, നമ്മളെക്കാളും അപ്ഡേറ്റഡ് ആണ്. ന്യൂജൻ ആണ്. ന്യൂജൻ ആണ്. കൂട്ടുകാരൊക്കെ പറഞ്ഞു അല്ല, അതൊരു സംവിധാനങ്ങളുണ്ടല്ലോ. ശരിയാണ്. അപ്പൊ അത് കാരണം നമുക്ക് അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറ്റില്ല. കാര്യം അതും ഇപ്പൊ എല്ലാത്തിന്റെയും ഭാഗമാണ്. എല്ലാ ലീഡേഴ്സും ജീവിതത്തിന്റെ ഭാഗമായിട്ട് അതെ അതെ. കുഞ്ഞാണി സാഹിബ് സീനിയർ, അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ നല്ല സജീവമാണ്. എല്ലാ ലീഡേഴ്സും ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇല്ലാതെ നമുക്ക് ആളോട് സംവദിക്കാൻ സാധിക്കാത്തൊരു. ഇപ്പോൾ നമ്മളിപ്പോൾ MLA-മാരുടെ പിന്നെ ഇത് പരിശോധിച്ചിട്ടുണ്ട്. ഓരോ MLA-യുടെയും പ്രകടനം, പെർഫോമൻസ് എങ്ങനെയാണ്. അതിലൊന്നും ഇതാണ് സോഷ്യൽ മീഡിയയിൽ എത്രമാത്രം ഉണ്ട് എന്നുള്ളതാണ്. അതാണ് റീൽസിലൂടെയാണ് ഇത് കുറച്ചും കൂടെ ആളുകളിലേക്കൊക്കെ വരുന്നത്. സോഷ്യൽ മീഡിയ മാത്രം പോരാ, അതൊരു ഘടകമാണുള്ളൂ. റിയൽ ലൈഫിലും അത് വേണം. റിയൽ ലൈഫ് അല്ല, റിയൽ ലൈഫ് വേണം എന്നുള്ളതാണ്. നമ്മൾ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ഒരുപാട് വെല്ലുവിളികളൊക്കെ ഉള്ള ഒരു കാലം കൂടിയാണ്. പലതരത്തിൽ നമ്മളെ സാമുദായികമായി വിഘടിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്ന കാലം, അതിനെയൊക്കെ നേരിടണം. സ്വാഭാവികമായിട്ടും കേരളത്തിലെ ലീഗ് ഒരു കൃത്യമായ അടിത്തറയും ഒരു ബോധ്യവും ഒക്കെ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് എത്തുമ്പോൾ അത്ര കണ്ട് നമുക്ക് എത്രത്തോളം ആഴത്തിൽ ചെല്ലാനും അല്ലെങ്കിൽ ലീഗിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിക്കാനും കഴിഞ്ഞു എന്നുള്ള വിജയത്തിലുണ്ടോ? ഇല്ല, ലീഗ് നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ ദേശീയ തലത്തിൽ വലിയ വേരോട്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പാർട്ടിയാണ്. ഇപ്പോൾ കേരളത്തിൽ നിന്നുകൊണ്ട് തന്നെ ഇപ്പോൾ മുസ്ലിം ലീഗ് ഇപ്പോൾ ഇന്ത്യ മുന്നണിയിൽ ഏറ്റവും മുൻനിരയിൽ തന്നെ ലീഗിന് പ്രാതിനിധ്യമുണ്ട്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട യോഗങ്ങളൊക്കെ വിളിക്കുമ്പോൾ സാഹിത്യ ശാബ്ദങ്ങൾ പങ്കെടുക്കാറുണ്ട്. അപ്പോൾ നമ്മളോടൊക്കെ ചർച്ച ചെയ്ത് ഇപ്പം എല്ലാ സ്റ്റേറ്റുകളിലെ ഇപ്പോൾ നാഗ്പൂർ ഇലക്ഷനിൽ ഇപ്പോൾ മഹാരാഷ്ട്ര മുനിസിപ്പൽ കോർപ്പറേഷൻ ഇലക്ഷനിൽ 4 സീറ്റുകളാണ് മുസ്ലിം ലീഗ് അവിടെ കോണി ചിഹ്നത്തിൽ ജയിച്ചത്. അപ്പോൾ അതുപോലെ തമിഴ്നാട്ടിൽ നമുക്കൊരു MP ഉണ്ട്. അവിടുത്തെ DMK മുന്നണിയുടെ ഒരു മുൻനിരയിലുള്ള ഒരു പാർട്ടിയാണ്. ഈ ഇലക്ഷനിൽ മത്സരിക്കുന്നുണ്ട് MLA 2 സീറ്റ് മത്സരിക്കുന്നുണ്ട്. വഖഫ് ബോർഡ് ചെയർമാനും മുസ്ലിം ലീഗാണ്. അപ്പോൾ മാത്രമല്ല മറ്റുള്ള ഇപ്പം UP-യിൽ ഇപ്പം മേവാത്ത്, മീററ്റ് തുടങ്ങിയ നഗരങ്ങളിലൊക്കെ നേരത്തെ മുസ്ലിം ലീഗിൻ്റെ വലിയ സംഘടനാ ശക്തിയുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ നല്ല രീതിയിലുള്ള പിന്നെ ശാക്തീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഞാൻ ജാർഖണ്ഡിലായിരുന്നു ഞാൻ. അപ്പോൾ അവിടെ നല്ല വലിയ ടീം അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ കുറേ കാലങ്ങളായി മുസ്ലിം ലീഗിൻ്റെ ദേശീയ കമ്മിറ്റി പല രീതിയിലുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അതൊക്കെ നടത്തി വരുന്നുണ്ട്. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ഒരു സാന്നിധ്യം വിസിബിളാണ് ദേശീയ തലത്തിൽ. എത്രത്തോളം അത് ഒരു ഇലക്ഷൻ രീതിയിൽ മത്സരിക്കുന്ന ഗതി സമയം വരുമ്പോൾ അത് മുന്നണിയുമായൊക്കെ ആലോചിച്ച് ഒരു ഇക്വേഷനൊക്കെ ഉണ്ടാക്കി മുന്നോട്ട് പോകുമ്പോൾ ഒരു പ്രതീക്ഷയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ ഈ മേവാത്ത് ഒരുപാട് മുസ്ലിം കമ്മ്യൂണിറ്റി അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടുത്തെ ഒരു പ്രവർത്തനങ്ങൾ അതിനെങ്ങനെയാണ് ലീഗ് ഏകോപിപ്പിക്കുന്നത്, മുന്നോട്ട് കൊണ്ടുപോകുന്നത്? അവിടെ വലിയ ഒരു കമ്മ്യൂണിറ്റി, ഇപ്പം വലിയ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി അവിടെ. ഇപ്പം നിരവധി സ്കൂളുകളുടെ പദ്ധതികൾ, ഇപ്പം നൂഹ് എന്ന സ്ഥലത്ത് പിന്നെ മേവാത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അവിടെ ഒരു ഫാൽക്കൺ ഗ്രൂപ്പും നമ്മുടെ പിന്നെ ലീഗിൻ്റെ അനുഭാവികളൊക്കെ ഉള്ള യുവാക്കളൊക്കെ ഒരുമിച്ച് കൊണ്ട് നിരവധി സ്കൂളുകൾ വിദ്യാഭ്യാസ പദ്ധതികൾ, സ്ഥാപനങ്ങൾ. അതുപോലെ ഇപ്പം ഡൽഹിയിലൊരു സമരം നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പിന്നെ യുവാക്കളും പ്രവർത്തകരും വരുന്നൊരു സ്ഥലം കൂടിയാണ് മേവാത്ത്. അപ്പോൾ അങ്ങനെ മുസ്ലിം ലീഗ് രാഷ്ട്രീയം നേരത്തെ വലിയ രീതിയിൽ അറിയുന്നവരും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരുമായിട്ടുള്ളൊരു വലിയ വിഭാഗം അവിടെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഇനിയുള്ള ഈ ലോക്കൽ ബോഡി ഇലക്ഷനിലൊക്കെ അവർ നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും, വിജയിക്കാൻ സാധ്യതയുണ്ടെന്നൊക്കെയുള്ള പറയുമ്പോൾ സന്തോഷമുണ്ട്. അപ്പോൾ ആ ഒരു ഓളം അവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു വലിയ പ്രതീക്ഷയാണ് അവിടെയൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ മുസ്ലിം ലീഗ് ഇപ്പോൾ ആ ഭാഗങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഉദ്ദേശിക്കുന്നത് ഡയറക്റ്റ് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടല്ല. അവിടെ ഒന്നാമത് ഉത്തരേന്ത്യയിലുള്ളോ
വിദ്യാഭ്യാസവുമായിട്ട് വളരെ പിന്നോക്കാണ്, ദാരിദ്ര്യമുണ്ട്. അപ്പോൾ ആ നിലക്ക് അവിടെ സ്കൂളുകൾ ഉണ്ടാക്കാനും ആ രീതിയിലാണ് ഞങ്ങളവിടെ ഇതിലേക്ക് കുട്ടികൾക്ക് ധാരാളം കടന്നു വരുന്നുണ്ട്. സ്കൂളൊക്കെ വെച്ചാൽ തന്നെ നമ്മൾ ആദ്യം വിചാരിച്ചൊന്നും ആരും വരില്ല എന്ന്, പക്ഷേ കുട്ടികൾ പഠിക്കാനും എല്ലാവരും വരും. പിന്നെ പഠിക്കാനും വരുന്നുണ്ട്. അത് മതപരമായിട്ട് വിദ്യാഭ്യാസം കൊടുക്കും, പിന്നെ അക്കാഡമിക് വിദ്യാഭ്യാസം രണ്ടുമുണ്ട്. അപ്പോൾ രണ്ടിലേക്കും കുട്ടികൾ വളരെ താല്പര്യപരം വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല ലക്ഷണമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ റഷീദ് അലി തങ്ങളോടാണ്. അപ്പോൾ മലപ്പുറത്ത് നമുക്ക് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ രംഗത്തൊക്കെ ഒരു ഭയങ്കര അഭൂതപൂർവമായ ഉയർച്ച എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് ഒരുപാട് കുട്ടികൾ, നന്നായി പഠിക്കുന്ന കുട്ടികൾ, മിടുക്കരായ കുട്ടികൾ, വിജയശതമാനം കൂടി, അങ്ങനെ ഒരു ഭയങ്കര സമഗ്രമായ ഒരു മാറ്റം മലപ്പുറത്തിൻ്റെ ഒരു വിദ്യാഭ്യാസ രംഗത്ത് നമ്മളിങ്ങനെ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്രത്തോളം വലിയ കോൺട്രിബ്യൂഷൻ അതിന് ലീഗിനൊക്കെ നൽകാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന രീതിയിൽ കൂടിയല്ല, പാണക്കാട് കുടുംബം ഒരു മത സാമുദായിക രംഗത്ത് കൂടി ഇടപെടുന്നുണ്ടല്ലോ. അപ്പോൾ എത്രത്തോളം ആ ഒരു മുന്നേറ്റത്തിനൊക്കെ ഒരു മുൻനിരക്കാരാവാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. ഉണ്ട്. കാരണം ചെറുപ്പകാലത്ത് വലിയ PMS പൂക്കോറ്റങ്ങൾ സ്ത്രീ വിദ്യാഭ്യാസത്തിന് വളരെ പ്രാധാന്യം നൽകുന്ന വ്യക്തിത്വമാണ്. വിദ്യാഭ്യാസ സ്ത്രീകൾക്ക് 10ാം ക്ലാസ് പഠിപ്പിക്കണമെന്നും സ്ത്രീകൾ ഉന്നത രീതിയിൽ പഠിപ്പിക്കണമെന്നും ആ കാലത്ത് അന്ന് അത് വർഷങ്ങൾക്ക് മുന്നാണ്. അതിനുശേഷം CH വിദ്യാഭ്യാസ മന്ത്രി 4ാം ക്ലാസ് പഠിപ്പ് പിന്നില്ല, 4ാം ക്ലാസ് 5ാം ക്ലാസ് വിദ്യാഭ്യാസം നിർത്തുന്ന സമ്പ്രദായം. പിന്നെ CH വിദ്യാഭ്യാസ മന്ത്രി സ്ത്രീ വിദ്യാഭ്യാസത്തിന് നല്ല പ്രൊമോഷൻ കൊടുത്തു. അങ്ങനെയാണ് മലപ്പുറം ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ LP സ്കൂൾ UP സ്കൂളായിട്ട് വന്ന് ഇന്ന് അതിൻ്റെ ഇമ്പാക്റ്റ്, അതിൻ്റെ പ്രോഡക്റ്റ് പുറത്തിറങ്ങുകയാണ്. അത്രയും വർഷങ്ങൾക്ക് ഉണ്ടാക്കിയ പ്രോഡക്റ്റാണ് ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് ലീഗിൻ്റെ സ്വാധീനം തന്നെയാണ്. ലീഗ് ഉണ്ടാക്കിയെടുത്ത ഒരു മികവാണ് വിദ്യാഭ്യാസ രംഗത്ത് ലീഗിന്റെ പ്രവർത്തനം. അന്നത്തെ കാഴ്ചപ്പാടിന്റെ ഒരു ഫലമാണ് നമ്മൾ ഇന്ന് കണ്ടത്. പ്രോഡക്റ്റ് വരുന്നുള്ളൂ, അത് അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് പ്രോഡക്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നമുക്കറിയാം ഒരു കേരളത്തിൽ അല്ലെങ്കിൽ ഒരു മലബാറിലെ ഒരു സോഷ്യൽ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണൽ ഫാബ്രിക്കിന് എത്രത്തോളം ലീഗ് നൽകുന്ന സംഭാവന വലുതാണെന്നറിയാം, അതിനിങ്ങനെ ചേർത്ത് നിർത്തുന്നില്ല. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് ലീഗ് ചില ആരോപണങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അത് SDF പോലുള്ള സംഘടനകളൊക്കെ വളർന്നു വരുമ്പോൾ ഒരുപക്ഷെ അവരോട് നിൽക്കാൻ വേണ്ടി ലീഗിൻ്റെ നയങ്ങളിൽ വരെ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ള ചില ആരോപണങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ താങ്കൾ എങ്ങനെയാണ് ആ ആരോപണങ്ങൾക്ക് മറുപടി കൊടുക്കുക? ഇല്ല, അത് നല്ല ആ ആരോപണത്തിൻ്റെ കഴമ്പില്ല. ലീഗ് എപ്പോഴും അതിൻ്റെ ആദർശത്തിൽ വഴിവിട്ടൊന്നും പോകാറില്ല. ലീഗ് മതേതരത്വം, സൗഹാർദ്ദം, സാമൂഹ്യ സഹവർത്തിത്വം. ഇന്നിപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ നമ്മളിപ്പോൾ മുസ്ലിംകൾ നേടിയെടുത്തുള്ള വിദ്യാഭ്യാസ വളർച്ച അത് സാമൂഹ്യ സാമർത്ഥ്യത്തിൻ്റെ കൂടി ഒരു ഫലമാണ്. അതായത് ലീഗ് ഒറ്റയ്ക്ക് ചെയ്താലല്ലോ, മുസ്ലിംകൾ ഒറ്റയ്ക്ക് ചെയ്താലോ, എല്ലാ സമൂഹത്തിലും ഉദ്യോഗസ്ഥന്മാർ എല്ലാ സമൂഹത്തിൽപ്പെട്ടവരുണ്ടാവും, എല്ലാ സമൂഹത്തിൽപ്പെട്ട രാഷ്ട്രീയക്കാരുണ്ടാവും. അവരുടെയൊക്കെ ഒരു സഹകരണം ഉണ്ടെങ്കിൽ ഇതൊക്കെ നടക്കുള്ളൂ. അപ്പോൾ ആ സാമൂഹികമായിട്ടുള്ള സാമർത്ഥ്യത്തെ ഊട്ടി ഉറപ്പിക്കുക എന്ന് തന്നെയാണ് ലീഗ് ലക്ഷ്യം വെക്കുന്നത്. അതിൻ്റെ വിജയമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒക്കെ ചർച്ചകളൊക്കെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും പ്രതീക്ഷിച്ചു ലീഗ് കൂടുതൽ സീറ്റ് ചോദിക്കും, ഒരു ഉപമുഖ്യമന്ത്രി പദം ചോദിക്കും എന്നൊക്കെ. ഒന്നും ഉണ്ടായില്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ഞെട്ടലുണ്ട്. എന്തുകൊണ്ട് ലീഗ് ചോദിച്ചില്ല? ലീഗ് അങ്ങനെ ചോദിച്ചു വാങ്ങുന്ന പാർട്ടിയായിരുന്നു. ലീഗിന് കിട്ടാനുള്ളത് അർഹതയൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങളെ ചോദിച്ചാരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല. നമുക്ക് ലീഗിനെ സംബന്ധിച്ച് കേരളത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിൽ അങ്ങേയറ്റത്തെ ഭരണ മുരടിപ്പാണ് കാണാൻ കഴിയുന്നത്. ജനങ്ങളൊക്കെ അത് മനസ്സിലാക്കി, ജനങ്ങളൊക്കെ അതിങ്ങനെ സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പുതിയ ഭരണം ഇപ്പോൾ നമുക്കിവിടെ വേണം. അപ്പോൾ അതിനെന്താണോ ആവശ്യം അതാണ് ലീഗ് മുഖവിലേക്ക് എടുക്കുന്നത്. അതിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. അല്ലാതെ ലീഗ് ആദ്യം തന്നെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾക്ക് അത് വേണം ഇത് വേണമെന്ന് പറയുന്നത്. ഇപ്പോൾ 27 സീറ്റിലാണ് മത്സരിക്കുന്നത്. ആ 27 സീറ്റ് ഞങ്ങൾ മത്സരിക്കുന്നുണ്ട്. പരമാവധി വിന്നബിലിറ്റി അതാണ് ലീഗ് ലക്ഷ്യം വെക്കുന്നത്. ഏത് സ്ഥാനാർത്ഥി നിർണ്ണയിക്കുന്ന കാര്യത്തിലും അവരുടെ വിന്നബിലിറ്റിയാണ് നമ്മൾ പരിശോധിക്കുന്നത്. അങ്ങനെ ആ വിന്നബിലിറ്റി ഉപയോഗിച്ച് എല്ലാ സീറ്റും ജയിക്കുക, UDF-നെ വിജയിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ലീഗിൻ്റെ ലക്ഷ്യം. ഇപ്പോൾ ജയിച്ചു കഴിഞ്ഞാലും ഉപമുഖ്യമന്ത്രി പദം വേണ്ട ലീഗിന്? ലീഗ് ആവശ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ ഈ നേരത്തെ തങ്ങൾ പറഞ്ഞു ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന്. അപ്പോൾ പൊതുവേ എങ്ങനെയാണ് ഒരു സർക്കാരിൻ്റെ വിലയിരുത്തൽ? അപ്പോൾ ഏത് വകുപ്പുകളാണ് ഏറ്റവും മോശം പ്രവർത്തിച്ചത്? അങ്ങനെ ഒരു വിലയിരുത്തലൊക്കെ ഉണ്ടാവുമോ? അത് ആരോഗ്യ മേഖല വളരെയധികം പരിതാപകരമായ അവസ്ഥയാണ്. ഏറ്റവും കൂടുതൽ വിമർശനം കേൾക്കേണ്ടി വന്നൊരു പോർട്ട്ഫോളിയോ ഒരു വകുപ്പാണ് ആരോഗ്യ മേഖല. അതുപോലെ ആഭ്യന്തര മേഖലയും ഒരുപാട് വിഷയങ്ങൾ ഇവിടെ ക്രമസമാധാനം നിർത്താനും അതുപോലെ പല വിഷയങ്ങളിലും അതുപോലെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ ഇപ്പം മലബാറിനോടുള്ള ഒരു വലിയ അവഗണന. നേരത്തെ ഈ ഉന്നത പഠനത്തിന് വേണ്ടി +2 പഠിക്കുമ്പോൾ ഇവിടെ ഒരു കണക്ക് പരിശോധിച്ച് കോട്ടക്കലിൽ ഒരു സ്കൂളിലുള്ള
അത്രയും വിദ്യാർത്ഥികൾ തെക്കൻ ഭാഗത്ത് വിവിധ സ്കൂളുകൾ പഠിക്കുന്നു. അത്രയും ആളുകൾ അവിടെ വ്യത്യസ്ത സ്കൂളിൽ പഠിക്കുന്ന അവിടെ അവർക്ക് സ്കൂൾ പ്ലസ്സാണ് സീറ്റുകൾ. ഇവിടെ എത്രയോ സീറ്റുകൾ മൈനസാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്കൂളുകളെ അവഗണനയുണ്ട്. അതുപോലെ ഈ വിഭവ വിതരണത്തിൻ്റെ വിഷയത്തിൽ വലിയ അസന്തുലനാവസ്ഥയുണ്ട്. അപ്പം ഒരു ജില്ലക്ക് കൊടുക്കുന്ന ഈ ബഡ്ജറ്റ് അത് മറ്റുള്ള ജില്ലക്ക് അതിൻ്റേതായ ആനുപാതികമായ തോതിൽ കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു വിവേചനമുണ്ട്. അപ്പോൾ എല്ലാ തലത്തിലും ഇവിടെ വലിയ രീതിയിലുള്ള എല്ലാ വകുപ്പിലും, ഇപ്പോൾ ഒരു വകുപ്പ് മാത്രമല്ല, എല്ലാ വകുപ്പും ഇവിടെ വലിയ പരാജയത്തിലാണെന്ന് തന്നെയാണ് കാണാൻ സാധിച്ചത്. റഷീദ് അലി, താങ്കൾ എന്താ വിചാരിക്കുന്നത്? ഏത് വകുപ്പാണ് താങ്കൾ? ഈ പറഞ്ഞ പോലെ തന്നെ ആഭ്യന്തര വകുപ്പും പരാജയമാണ്. ആരോഗ്യവകുപ്പ് നിങ്ങൾക്കറിയാം, ആരോഗ്യവകുപ്പിനെ കുറിച്ചും ആക്ഷേപങ്ങളുണ്ട്. വിദ്യാഭ്യാസ വകുപ്പിനാണെങ്കിൽ വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന ഒരു ജില്ല കൂടിയായിട്ട് പോലും ഒരു പ്രത്യേക പരിഗണന നൽകുന്നില്ല. അങ്ങനെ എല്ലാ വകുപ്പ് ഒരു വകുപ്പ് പ്രത്യേകിച്ച് എടുത്ത് പറയാനില്ല. ഒരു വകുപ്പില്ല. പിന്നെ LDF ഭരിക്കുന്ന എല്ലാ വകുപ്പും ആ ഭരണം തന്നെ പൂർണ്ണമായിട്ടും പരാജയമാണ് എന്നുള്ളതാണ്. അതെ, നമ്മൾ പൊതുവേ ഇന്ത്യയിൽ എടുത്ത് പറയുമ്പോൾ ഒരു വിദ്വേഷ പ്രചരണം അല്ലെങ്കിൽ വർഗീയ ധ്രുവീകരണം അതിനെ പറ്റിയൊക്കെ വലിയ ആശങ്കയുള്ള ഒരു കാലത്തിലൂടെയാണ് നമ്മളൊക്കെ കടന്നു പോകുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് കേരളത്തിലേക്ക് വരുമ്പോൾ BJP ഒരു വളർച്ച നമ്മൾ പലയിടങ്ങളിലും കാണുന്നുണ്ട്. അപ്പോൾ BJP മുന്നോട്ട് വയ്ക്കുന്നത് എന്താണെന്ന് നമുക്കറിയാം, എന്താണ് അവരുടെ ഒരു രാഷ്ട്രീയപരമായ ആശയം എന്നുകൂടെ അറിയാം. അപ്പോൾ കേരളത്തിലേക്ക് വരുമ്പോൾ ഈ പലതരത്തിലും ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് അവരുണ്ടാക്കുന്ന ഒരു വളർച്ച അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ വരുന്ന തെരഞ്ഞെടുപ്പിലും BJP ഒരു സാധ്യത എങ്ങനെ വിലയിരുത്തുന്നു? BJP എല്ലാ മണ്ഡലങ്ങളിലുണ്ട്, ശരി തന്നെയാണ്. പക്ഷേ അവർക്ക് ഒരു അക്കൗണ്ട് ഇനിയും തുറക്കാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ നിയമസഭയിൽ അവർക്ക് ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ നേരത്തെ സീറ്റ് ഉണ്ടായിരുന്നു, കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നിലവിലുള്ള നിയമസഭയിൽ അവർക്ക് ഉണ്ടായിട്ടില്ല. ആ ഒരു സ്ഥിതി തന്നെ ആയിരിക്കും ഇവിടെ തുടരാൻ. ഒരു പുതിയൊരു സീറ്റിന് ഇപ്പോൾ പുതിയ തെരഞ്ഞെടുപ്പ് കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ അവർ കേന്ദ്രത്തെ ഉപയോഗിച്ചുകൊണ്ട് ഒരു കഠിന പ്രയത്നം ചെയ്യുന്നുണ്ട്. ഒരു MP അവർക്ക് വിജയിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ അത് നിയമസഭയിൽ അത്ര ഒരു വിജയം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. ഈ വിദ്വേഷവും വർഗീയതയും പറഞ്ഞുകൊണ്ട് മാത്രമാണ് അവർ പ്രചാരണത്തിലാണ്. അത് കേരളത്തിൽ വില പോയില്ല എന്നുള്ള കേരള സമൂഹം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പക്വത ഈ തെരഞ്ഞെടുപ്പിലും കേരള സമൂഹം കാണിച്ചു കൊടുക്കും. അപ്പോൾ അവർക്കൊരു അക്കൗണ്ട് തുറക്കാൻ സാധിക്കില്ല എന്നുള്ളതിനാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. റഷീദ് അലി, താങ്കൾ അങ്ങനെയാണോ വിചാരിക്കുന്നത്? BJP വളർച്ച, അതായത് ഒരു അക്കൗണ്ട് തുറക്കാനുള്ളൊരു സാധ്യത ഇത്തവണ കാണുന്നില്ല. ഞങ്ങൾ അങ്ങനെ കാണുന്നില്ല. അപ്പോൾ ഇനി നമ്മൾ സംഘടനയിലേക്ക് വരുമ്പോൾ ഒരു തലമുറ മാറ്റത്തിന് നമ്മൾ തയ്യാറെടുക്കണമല്ലോ. സ്വാഭാവികമായിട്ട് ഇത്രയും കാലം നമ്മൾ കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് എല്ലാ കാര്യങ്ങളൊക്കെ മിക്കവാറും ലീഗിൻ്റെ കാര്യങ്ങളൊക്കെ ഒരു മുഖമായി നിന്ന് സംസാരിക്കുന്ന ആളാണ്. സ്വാഭാവികമായിട്ടും ഇനി നമ്മളൊരു തലമുറ മാറ്റത്തിലേക്കൊക്കെ പോകേണ്ട സമയമായിട്ടുണ്ട് എന്നൊരു തോന്നൽ ലീഗിനകത്തുണ്ടോ? അതെങ്ങനെയാണ് സ്വാഭാവികമായി നടക്കുന്ന ഒരു പ്രക്രിയയാണോ? തലമുറ മാറ്റം നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ സൂചനകളാണല്ലോ. അത് നടക്കും. അതൊരു സ്വാഭാവികം. മുതിർന്ന തലമുറയും വേണം, പുതിയ ആളുകളും വേണം. രണ്ടിനും ആ ഒരു സമഞ്ജസമായ രീതിയിൽ നമുക്ക് പോകാൻ പറ്റും. അവരുടെ പരിചയസമ്പത്ത് പ്രധാനമാണല്ലോ. അതെ, എന്നാൽ മറ്റൊരു പുതിയ തലമുറയുടെ ഊർജ്ജസ്വലതയും കാഴ്ചപ്പാടും അതും പ്രധാനമാണ് ടീമായിട്ട്. ഇപ്പോൾ കഴിഞ്ഞ ലീഗ് തന്നെ നല്ലൊരു പരീക്ഷണം നടത്തി. നിങ്ങൾ ഓർമ്മിപ്പിക്കാന്നുള്ളൂ കേട്ടോ, ഒന്നുമില്ല. അതായത് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ടേമിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ 3 തവണ മത്സരിച്ചത് മാറി നിൽക്കണം എന്ന് പറഞ്ഞ് പുതിയ മത്സരം. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് കൂടുതൽ ആളുകൾ വന്നു, പുതിയ തലമുറയിൽപ്പെട്ട ഒരുപാട് പേര് വന്നു. അവർ ഭരണത്തിൽ വന്ന് പഞ്ചായത്ത് പ്രസിഡന്റുമാരായി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരായി, പ്രിൻസിപ്പൽ ചെയർമാൻമാരായി, അവരൊക്കെ വന്നു. ചെയർപേഴ്സൺ പെൺകുട്ടികളൊക്കെ വന്നു. അവരൊക്കെ വന്നതിൻ്റെ ഒരു വലിയ മാറ്റം പഞ്ചായത്തുകളൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ ത്രിതല പഞ്ചായത്തിൽ വലിയ വിജയം നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അതുകൊണ്ടാണ്. ഇപ്പോൾ മലപ്പുറത്താണ് ലീഗ് ശക്തിയുള്ളത്. അവിടെ ജില്ലാ പഞ്ചായത്തിൽ പ്രതിപക്ഷം ഇല്ലാത്ത രീതിയിൽ നമുക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ഏതാണ്ട് 95ഓളം പഞ്ചായത്തുകൾ UDF ഭരിക്കാൻ. അപ്പോൾ ഇതൊക്കെ തന്നെ വെറുതെ അല്ലല്ലോ. ആ ഓരോ പഞ്ചായത്തിലെയും വികസന പ്രവർത്തനങ്ങൾ, മാറ്റങ്ങൾ, ഇതൊക്കെ ഉണ്ടാക്കുന്നതിൽ പുതിയ തലമുറക്ക് വലിയ പങ്ക് വഹിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ തലമുറ മാറ്റം ഏതായാലും അത് സമൂഹത്തിന് തന്നെ സമൂഹത്തിന് രാജ്യത്തിനൊക്കെ തന്നെ അത് വലിയ മാറ്റം ഉണ്ടാകും. ഇപ്പോൾ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ അല്ലെങ്കിൽ മറ്റുള്ള സംഘടനാപരമായ ചർച്ചകളൊക്കെ അത് വലിയ ബഹളങ്ങളില്ലാതെ ഒരുവിധം അങ്ങനെ നന്നായിട്ട് പോകുന്നതാണ്. പക്ഷേ തിരിച്ച് കോൺഗ്രസിലേക്കൊക്കെ വരുമ്പോൾ അങ്ങനെയല്ല. പലരും കലാപക്കൊടിയൊക്കെ ഉയർത്താറുണ്ട്, പലരും വിമതരായി നിൽക്കാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ലീഗിന് ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ ഒരു ആവശ്യം എന്ന് പറയുന്നത് ഒരു ഭരണമാറ്റമാണ്. അപ്പോൾ അതിനെ തടസ്സപ്പെടുത്തുന്ന ഒന്നും സഹിക്കാൻ തൽക്കാലം തയ്യാറാവേണ്ടതില്ല എന്നാണ് നിലപാട്. അപ്പോൾ ഇങ്ങനെ അവിടെയൊക്കെ ഇങ്ങനെ വലിയ പ്രശ്നങ്ങളൊക്കെ കാണുമ്പോൾ എന്തായി കാണിക്കുന്നത് എന്ന് തോന്നാറുണ്ടോ? കോൺഗ്രസ് ഒരു വലിയ പാരമ്പര്യമുള്ള ഒരു വലിയ പാർട്ടിയാണ്, നമ്മളെ പോലെ അല്ലല്ലോ. അപ്പം അതിൻ്റേതായിട്ടൊരു കൂട്ടം ജില്ലകളൊക്കെ ഉണ്ട്. എന്നാലും അവസാന നിമിഷത്തിൽ അവരൊക്കെ ഒന്നിച്ച് തന്നെ പോകും എന്നുള്ളത് തന്നെ.
ഏത് പാർട്ടിയാണെങ്കിലും ഉള്ളിലുള്ള ഒരു അഭിപ്രായങ്ങളും അതുപോലെ അവരുടേതായ പല നിഗമനങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പൊ കോൺഗ്രസിനെ മാത്രം കുറ്റപ്പെടുത്തേണ്ട, ഇവിടുത്തെ ഭരണകക്ഷിയിലും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പൊളിറ്റിക്സ് ആകുമ്പോൾ അതൊരു സ്വാഭാവിക പ്രക്രിയ. സുധാകരനൊക്കെ പോലെയുള്ള ആൾക്കാർ അതെ അതെ. ആ വിഷയത്തിലൊക്കെ എന്താ ലീഗ് വിചാരിക്കുന്നത്? പുതിയ ആളുകളൊക്കെ പാർട്ടിക്ക് പുറത്തേക്ക് വന്നിട്ട് UDFന്റെ പിന്തുണ തേടുന്നില്ല, പക്ഷേ പിന്തുണ കിട്ടിയാൽ സ്വീകരിക്കാൻ തയ്യാറായ ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു അവസരത്തിൽ സ്വാഭാവികമായിട്ടും UDFലെ ഘടകകക്ഷി എന്ന രീതിയിൽ ലീഗിന് ഒരു അഭിപ്രായം ഉണ്ടാവുമല്ലോ. അപ്പോൾ പ്രാദേശിക അഭിപ്രായങ്ങൾ പലപ്പോഴും എതിരായിരിക്കും ഈ നേതാക്കൾക്ക്. കാരണം ആ സ്ഥലത്തുള്ള ആളുകളെ നേതാക്കളാക്കണമെന്നാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുക. പക്ഷെ അതിനപ്പുറത്തേക്ക് ടോട്ടലി ഒരു വിജയ സാധ്യതയാണോ ലീഗും അക്കാര്യത്തിൽ പരിഗണിക്കുക? മൊത്തം ടോട്ടലി വിജയ സാധ്യതയാണ് നോക്കുന്നത്. അതാണ് വേണ്ടത് നോക്കുന്നത്. അങ്ങനെയല്ലെങ്കിൽ ഭരണം കിട്ടുള്ളൂ. ഭരണം കിട്ടലാണ് ഇപ്പോഴത്തെ ആവശ്യം. അങ്ങനെ നടക്കാത്ത കാര്യത്തെ ആവശ്യപ്പെട്ടിട്ട് അല്ല അതിന് ഒബ്ജക്ഷൻ എതിരെ നിൽക്കുന്ന ഒരു സംവിധാനം ലീഗിലില്ല. എല്ലാവരുടെ കൂടെ നിന്നിട്ട് ഒന്നിച്ച് ഫൈറ്റ് ചെയ്താലല്ലേ കിട്ടുള്ളൂ. ആ സംവിധാനത്തോട് UDFന്റെ സംവിധാനത്തോട് കൂടി ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് ലീഗിന്റെ നയം. ഇപ്പോൾ നേരത്തെ പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ ലീഗ് വലിയ വിജയം നേടിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആത്മവിശ്വാസമോ അല്ലെങ്കിൽ അമിത ആത്മവിശ്വാസമോ ഒക്കെ ഉണ്ടാവേണ്ട ഒരു സാഹചര്യമുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ ഭരണവിരുദ്ധ വികാരം അത് UDFന് ഇത്തവണ ഗുണം ചെയ്യുമെന്നൊരു വിലയിരുത്തലുണ്ട്. അങ്ങനെ ഒരു കണക്കുകൂട്ടലുണ്ടോ? ഇന്നത്തെ രാഷ്ട്രീയത്തിൽ അത് പ്രധാനമാണ്. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം 10 വർഷത്തെ ഇവരുടെ നിരന്തരമായിട്ടുള്ള ഭരണം അതിൽ ജനങ്ങൾ മടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഇടതുപക്ഷം ഇപ്പോൾ 2ാം തവണ അധികാരത്തിൽ വന്ന ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം വിജയം UDFനായിരുന്നു. അപ്പോൾ അതൊക്കെ തന്നെ ഭരണത്തോടുള്ള വിമുഖതയാണ്, ഭരണത്തോടുള്ള എതിർപ്പാണ് സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ തവണ ഇപ്പോൾ അവർ ഭരണത്തിലേറിയത് ആ കൊറോണയുടെ പശ്ചാത്തലത്തിലാണ് കയറിയെന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ അതിന് രാഷ്ട്രീയമായിട്ട് പ്രയോജനപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആ ഒരു ഭരണവിരുദ്ധ വികാരം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിൽ UDFന് വളരെയേറെ സഹായകരമാണ്. ഇപ്പം ഞങ്ങളിങ്ങനെ വീട്ടിലേക്ക് വരുമ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവർക്കും പലതരത്തിലുള്ള ആവശ്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത് സ്ഥാനാർത്ഥിയാവണമെന്നുള്ള ആവശ്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ താങ്കളുമായിട്ട് വന്ന് സംസാരിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ ഒരു തരത്തിലും സ്ഥാനാർത്ഥിയാക്കാൻ നിർവാഹമില്ല, നോ പറയേ വഴിയുള്ളൂ. പിന്നെ അപ്പോൾ ഈ സിറ്റുവേഷൻ എങ്ങനെയാണ് ടാക്കിൾ ചെയ്യുക? അതായത് വലിയ പ്രശ്നമാണ്. പിന്നെ നമ്മൾ എപ്പോഴും കാണേണ്ട ആളുകളാണ്, എന്നാലോ സ്ഥാനം കൊടുക്കാനും വയ്യ. ഇതൊക്കെ ഒരു സമ്മർദ്ദം ഉണ്ടാകുന്ന സിറ്റുവേഷൻ അല്ലേ? അതെങ്ങനെയാണ് ഒരു നയത്തിൽ കൈകാര്യം ചെയ്യുന്നത്? അതെ, വരുന്നവർ അവരുടെ ആവശ്യങ്ങൾ അവർക്ക് പറയണമല്ലോ, നമ്മളത് കേൾക്കുകയും ചെയ്യും. കേൾക്കുക എന്നുള്ളതാണ് നമ്മൾ പൊതുവെ നമ്മളെക്കുറിച്ച് പറയാറുള്ളത്. അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ അവർക്ക് കുറേ സമാധാനമാണ്. നമ്മൾ കേൾക്കുകയും പിന്നെ അവർക്കും ഇത് അറിയാം, ന്യായമായ ഒരു രീതിയിലാണ് ഒരു തീരുമാനം വരിക എന്നവർക്കറിയും. ചിലപ്പോൾ അവർ ഉദ്ദേശിക്കുന്ന തീരുമാനം ഇവിടുന്ന് കിട്ടും. അതേ അവസരത്തിൽ ചിലപ്പോൾ അവർ ഉദ്ദേശിക്കാത്ത തീരുമാനമാണെങ്കിൽ അവർ വിഷമിക്കൊന്നുമില്ല. അത് ആരെങ്കിലും ഒരു തീരുമാനം എടുക്കണമല്ലോ. അപ്പോൾ ആ തീരുമാനത്തെ അംഗീകരിച്ച് പോകുക എന്നുള്ളത് തന്നെയാണ് അവർ ചെയ്യുന്നത്. അതെ. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ തിരക്കിട്ട ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഇടയിലൊക്കെ എപ്പോഴെങ്കിലും ഒന്ന് ഇതിനൊക്കെ വിട്ടു നിൽക്കണമെന്നൊക്കെ തോന്നാറുണ്ടോ റഷീദ്? അങ്ങനെ തോന്നാറൊന്നുമില്ല. ഇല്ല, അതിനുള്ള പ്രായമായിട്ടില്ല. അല്ലെ, എല്ലാത്തേക്കല്ല, കുറച്ച് സമയത്തേക്കൊക്കെ ഒന്ന് വിട്ടു നിൽക്കണം. അല്ലെങ്കിൽ അങ്ങനെ വിട്ടു നിൽക്കേണ്ടി വന്നാൽ എന്താ ചെയ്യുക? പൊതുവെ യാത്രകളാണോ? ഒന്നാമത് വിട്ടുനിൽക്കാൻ കഴിയില്ല. കൂടെ യാത്ര ചെയ്തിട്ട് പരിചയമുള്ളൂ. ഇതിന്റെ കൂടെയാണ് യാത്ര, മറ്റു കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ ഞങ്ങൾ വായന, മറ്റു കാര്യങ്ങൾ, ആധ്യാത്മിക കാര്യം, ഇതിനൊക്കെ എങ്ങനെയാണ് ഒരു ഷെഡ്യൂൾ എങ്ങനെയാണ് തീരുമാനിക്കുന്നത് ഒരു ദിവസം? ഒന്നാമത് നമ്മൾ കാറിൽ കുറച്ച് സമയം കിട്ടുമ്പോഴേ വായനൊക്കെ ഇപ്പം അങ്ങനെ പോകും. പക്ഷെ ഇപ്പോൾ മൊബൈൽ വന്നതിന് ശേഷം ഇപ്പോൾ അതും അടങ്ങിയിരിക്കുകയാണ്. കാരണം കാറിലും മൊബൈൽ നമുക്ക് വായന ചിലപ്പോൾ ഫോണിലായിരിക്കും. രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ നമ്മളിനിയിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് മെയ് ആദ്യവാര റിസൾട്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആരാ എന്ന് ചോദിക്കുമ്പോൾ എനിക്കിവിടെയും ചോദിക്കാമല്ലോ ആ ചോദ്യം. എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്. കേരളത്തിന് മുഖ്യമന്ത്രി ആവാൻ വേണ്ടി വരും. അത് UDF ആയിരിക്കും മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അത് കോൺഗ്രസ് ആണ് UDFന്റെ മുമ്പിലുള്ളത്. അപ്പോൾ അവരാണ് തീരുമാനിക്കേണ്ടത്. അത് കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കും, അതനുസരിച്ച് പോകും. അല്ല ഞങ്ങൾ മുൻകൂട്ടി അഭിപ്രായം ഞങ്ങൾക്കില്ല. ആരെ നിശ്ചയിച്ചാലും അവരായിരിക്കും കേരളത്തിന് മുഖ്യമന്ത്രി. ഏത് തീരുമാനത്തിൻ്റെ ഒപ്പം ലീഗ് പിന്നെ ഞങ്ങളുടെ അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അഭിപ്രായം പറയുകയും ചെയ്യാം. അല്ലാതെ ലീഗ് അത് പണ്ടേ എടുത്തൊരു നിലപാടാണ്. മറ്റു പാർട്ടികളുടെ കാര്യത്തിൽ അങ്ങനെ അഭിപ്രായം അപ്പോൾ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ പൊതുവേ ലീഗ് അഭിമുഖീകരിക്കുന്ന ഒരു ചോദ്യത്തിൽ ഏറ്റവും പ്രധാനം ഇത്തവണയൊക്കെ വനിതാ സ്ഥാനാർത്ഥികൾ, വനിതാ പ്രാതിനിധ്യം നന്നായിട്ട് തന്നെ ഉണ്ടാവുമോ ലീഗിലെന്നുള്ളതാണ്. അപ്പോൾ തീരുമാനങ്ങളൊക്കെ ആയി കാണുമല്ലോ, കൊടുക്കേണ്ടി വരുമല്ലോ. അല്ലെങ്കിൽ മോശമല്ലേ? അവരിപ്പോൾ
സമൂഹത്തിൻ്റെ ഭാഗം തന്നെയാണല്ലോ. അവരുടെയും ആവശ്യങ്ങളൊക്കെ നിയമസഭയിൽ ഉന്നയിക്കപ്പെടേണ്ടി വരും. തീർച്ചയായിട്ടും ലീഗ് വനിതാ സ്ഥാനാർത്ഥികളെ നേരത്തെ കൊടുത്തിട്ടുണ്ട്, ജയിക്കാൻ പറ്റിയില്ല, ഇനിയും ഉണ്ടാവും. പിന്നെ ത്രിതല പഞ്ചായത്തിൽ വനിതകളുടെ ഒരു പൂരം തന്നെയാണ്. യെസ്, അപ്പോൾ തങ്ങൾ കുടുംബത്തിന്റെ പെരുന്നാൾ വിശേഷങ്ങളാണ് പെരുന്നാൾ ദിനത്തിൽ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഒപ്പം തന്നെ ലീഗ് രാഷ്ട്രീയമായി എങ്ങനെ ചിന്തിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് വരികയാണ്. അപ്പോൾ പ്രേക്ഷകർ ഉദ്ദേശിക്കുന്ന ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കൂടി കിട്ടിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഒരു പെരുന്നാൾ ആശംസ അത് തങ്ങൾ കുടുംബത്തിൽ തന്നെ ഉണ്ടാകും പ്രേക്ഷകർക്കായി. മീഡിയ വണ്ണിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയംഗമമായ പെരുന്നാൾ ആശംസകൾ. നിങ്ങളുടെയും കുടുംബത്തിൻ്റെയും പെരുന്നാൾ ആശംസകൾ നേരുന്നു.